നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പഹൽഗാം ആക്രമണത്തിൽ താക്കീതുമായി പ്രധാനമന്ത്രി. ഭാരതത്തിന്റെ ആത്മാവിന്മേലുള്ള ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി. ഭീകരവാദികൾക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിനിന് മോചനമായി. ഇന്നലെ രാത്രിയിലാണ് ജെയിൻ ഡൽഹിയിലെത്തിയത്. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ആനന്ദപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ പരേതനായ സുധാകരന്റെ മകൻ 29 വയസ്സുള്ള യദു കൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒല്ലൂർ ചിയാരം ബസ് സ്റ്റോപ്പിന് സമീപം പിന്നാലെ വന്ന ബസ് കടത്തിവിടാതിരിക്കാൻ നടുറോട്ടിൽ ബസ് ക്രോസ് ചെയ്തിട്ട് മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച് ബസ് ജീവനക്കാരുടെ അഭ്യാസം. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചിതരാകുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പൊന്നൂക്കര തൃശൂർ റൂട്ടിലോടുന്ന മഹാദേവ് ബസ്സിലെ ഡ്രൈവർ ഹരികുമാറിന്റെ പരാതിയിൽ വരന്തരപ്പള്ളി തൃശൂർ റൂട്ടിലോടുന്ന മീനാക്ഷി ബസ്സിലെ ഡ്രൈവർക്കെതിരെ മോട്ടോർ വകുപ്പ് കേസെടുത്തു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വെളിപ്പെടുത്തലുമായി നടി അപർണ ജോൺസ്. സൂത്രവാക്യം സിനിമാ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറിയെന്ന് നടി വിൻസിയുടെ പരാതി ശരിയാണെന്ന് നടി അപർണ ജോൺസ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA. 3 നിലകളിലായി 42,500 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരിൽ കഫേ മക്കാനിക്ക് സമീപം വീണ്ടും അപകടം. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പലചരക്ക് സാധനങ്ങൾ കച്ചവടത്തിനായി കൊണ്ടുപോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വായനശാലയ്ക്ക് സമീപമാണ് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയത്. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ യോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊടകര ഗഡ് സംഘചാലക് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. പഹൽഗാമിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് BJP ഏളനാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദീപജ്വാല നടത്തി. BJP ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി TH അരുൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MU അനൂപ് അധ്യക്ഷത വഹിച്ചു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് BJP തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ആദരദീപം തെളിയിച്ചു. BJP തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ, PK മണി, PK ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം വാദ്യാസ്വാദകർക്ക് വിരുന്നായി. കുനിശ്ശേരി അനിയന്മാരാർ, കോങ്ങാട് മധു, കലാമണ്ഡലം കുട്ടിനാരായണൻ, പാഞ്ഞാൾ വേലുക്കുട്ടി, മച്ചാട് മണികണ്ഠൻ, തിരുവില്ലാമല ജയൻ പൊതുവാൾ എന്നിവരുടെ പ്രാമാണ്യത്തിലാണ് പഞ്ചവാദ്യം അരങ്ങേറിയത്. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജമ്മു കശ്മീർ പഹൽഗാമിൽ ഭീകരവാദികൾ നടത്തിയ കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാലി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂർണ്ണ നവീകരണ കലാശത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് നടത്തിയ സമാധരണ സദസ്സ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. NCP ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വേലൂർ സ്വദേശിയായ പ്രവാസി മലയാളി ബാബു ഫ്രാൻസിനെ തെരഞ്ഞെടുത്തു. നിലവിൽ NCP ഓവർസീസ് സെല്ലിന്റെ ദേശീയ അധ്യക്ഷനാണ്. നൂറുകണക്കിന് പ്രതിഭകൾ അണിനിരക്കുന്ന ചെസ് പൂരത്തിന് തൃശൂർ നഗരം ഒരുങ്ങി. ശങ്കരയ്യർ റോഡ് ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 27-ന് പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലാണ് ടൂർണമെന്റ് നടത്തുന്നത്. കയ്പമംഗലം 6-ാം വാർഡിൽ ഇന്ദിരാജി റോഡ് ടൈൽ വിരിച്ച് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. 5,85,000 രൂപ വിനിയോഗിച്ച് 125 മീറ്റർ നീളത്തിലാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അനുശോചന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
വ്യാപകമായ പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് KPCC സെക്രട്ടറിയും കോർപ്പറേഷൻ കൌൺസിലറുമായ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. നാശനഷ്ടമുണ്ടായവർക്ക് പ്രകൃതിക്ഷോഭങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി ധനസഹായം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്ക് ജോൺ ഡാനിയൽ പരാതി നൽകി. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് യുവജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി അമർജ്യോതി സ്തൂപത്തിൽ ഭീകരവാദ വിരുദ്ധ ജാല തെളിയിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. യുവജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. SNDP യോഗം കൊടുങ്ങാശാഖയിൽ ഗുരുദേവ മണ്ഡപ സമർപ്പണവും ഗുരുദേവ പ്രതിഷ്ഠയും നടത്തി. അഖില ഭാരതീയ യജ്ഞസമിതി മുഖ്യ പുരോഹിതൻ ഡോക്ടർ അശ്വനി ദേവ് തന്ത്രികൾ ഗുരുദേവ പ്രതിഷ്ഠയും SNDP കൊടകര യൂണിയൻ സെക്രട്ടറി KV ദിനേശൻ മണ്ഡപ സമർപ്പണവും നിർവഹിച്ചു. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കൺവെൻഷൻ തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിൽ K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി പ്രസിഡന്റ് KC ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പുരയുടെ തെക്കുവശത്തുള്ള ആനവയറൻ മതിലിലെ ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കാനൊരുങ്ങി ദേവസ്വം. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിലുള്ള വാതിൽ പൊളിച്ച് വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. വടക്കാഞ്ചേരി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിച്ച് പ്രാർത്ഥന നടത്തി. ശാഖാ പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീനിവാസൻ, സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ട് തിരുനാൾ മെയ് 2 മുതൽ 5 വരെ ആഘോഷിക്കും. തിരുനാൾ കൊടിയേറ്റം ഞായറാഴ്ച വൈകിട്ട് 5-ന് പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിക്കും. ചരിത്ര പഠിതാക്കളുടെ സംസ്ഥാന സംഘടനയായ കേരള ഹിസ്റ്ററി കോൺഗ്രസ് ചരിത്ര സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. RK ബിജുരാജ്, വിനായക് നിർമ്മൽ, ഫാദർ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ, ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്, ഡോക്ടർ ജോസഫ് ആന്റണി, VM രാധാകൃഷ്ണൻ എന്നിവരുടെ ഗ്രന്ഥങ്ങൾക്കാണ് പുരസ്കാരം. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ സ്പോർട്സ് എബിലിറ്റി ഹബിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ P ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ PK ഗീത ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ വാർഷിക പൊതുയോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് അക്വാറ്റിക് ഷെഡിൽ അക്കാദമി സംഘടിപ്പിക്കുന്ന കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ലീഗ് മത്സരങ്ങൾ ഈ മാസം 27-ന് ആരംഭിക്കും. ഇരിങ്ങാലക്കുട SHO ഷാജൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. PK ചാത്തൻ മാസ്റ്റർ ജന്മശതാബ്ദി സംഗമവും KPMS 54-ാം സംസ്ഥാന സമ്മേളനം 25, 26, 27 തീയതികളിൽ ഇരിങ്ങാലക്കുടയിൽ നടക്കും. 26-ന് വൈകിട്ട് നടക്കുന്ന PK ചാത്തൻ മാസ്റ്റർ ജന്മശതാബ്ദി സംഗമം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കടുപ്പശ്ശേരി SHLPC സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 28-ന് നടക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.